ഞാൻ ഇപ്രാവശ്യം അമേരിക്ക, അതായത് ലോസ് ഏഞ്ചലസിലായിരുന്നു. അവിടുന്ന് തിരികെ ഇന്ത്യയിലേക്ക്, അതായത് ബാംഗ്ലൂരേക്ക് വന്നത് കഥൈ പസഫിക് എന്ന് പറയുന്ന ഹോങ്കോങ് ബേസ്ഡ് ഏവിയേഷൻ അവർ ഓപ്പറേറ്റ് ചെയ്യുന്ന ഫ്ലൈറ്റിൽ. അപ്പം എൻ്റെ കൂടെ അടുത്തിരുന്നത് ഈ ഢാക്ക സ്വദേശിയായ സന്ദീപ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനാണ്. അത് അദ്ദേഹം അവിടെ ടെക്കിയാണ്, അത് കാലിഫോർണിയയിലാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത്. ഇപ്പം പറയാൻ പോകുന്ന സംഭവം എന്ന് പറയുന്നത്, ജോലി കിട്ടിയിട്ട് 3-4 വർഷമേ ആയുള്ളൂ. ഞങ്ങളിങ്ങനെ കുറച്ച് കഴിയുമ്പം സുഹൃത്തുക്കളാണ്. കാരണം ലോങ് ഹോൾ ഫ്ലൈറ്റാണല്ലോ, 16 മണിക്കൂറാണ് ഫ്ലൈ ചെയ്യുന്നത്. കുറച്ച് കഴിയുമ്പോൾ സുഹൃത്തുക്കളൊക്കെ ആയി സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഈ സന്ദീപ്, അതായത് ബംഗ്ലാദേശി ഹിന്ദുവാണ് സന്ദീപ്, അപ്പോൾ ഹോങ്കോങ്ങിൽ വന്നിട്ട് അവിടുന്ന് ഢാക്ക ഫ്ലൈറ്റിലോട്ടാണ് പോകുന്നത്. അപ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് എമർജൻസി ആയിട്ട് വരുന്നതിൻ്റെ കാര്യം പറഞ്ഞു. എന്താണ് കാര്യം? അപ്പം അദ്ദേഹം താമസിക്കുന്ന ഢാക്കയിൽ നിന്നും ഏകദേശം 60-70 കിലോമീറ്റർ ദൂരെ മാറിയൊരു സ്ഥലത്താണ്, ഒരു ഗ്രാമപ്രദേശമായ സ്ഥലമാണ്. ഇദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് പേരൻസിനൊക്കെ അവിടെ സ്ഥലമുണ്ടായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ പേരൻസിന് സ്ഥലമുണ്ട്. ഇദ്ദേഹത്തിൻ്റെ പേരൻസിനും എല്ലാം കൂടെ ചേർന്ന ഒരു 2.5 ഏക്കർ 3 ഏക്കർ സ്ഥലമുണ്ട്. ഈ പേരൻസ് എന്ത് ചെയ്തു, കഴിഞ്ഞ 7-8 വർഷം മുമ്പ് ഈ അവരുടെ പേരിലുള്ള ഈ സ്ഥലമെല്ലാം ഈ മകൻ്റെ പേരിൽ, മകൻ്റെ ഭാര്യയും കുട്ടിയും അയാളുടെ അമ്മയും അയാളുടെ മറ്റൊരു സഹോദരിയുണ്ട്. അപ്പോൾ അവർ കല്യാണം കഴിച്ചു പോയി. അപ്പം അവരെല്ലാം കൂടെയാണ് അവിടെ താമസിക്കുന്നത്. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ ഇങ്ങനെ സംസാരിച്ച് കഴിയുന്ന സമയത്ത് ചോദിച്ചു, എന്താണ് അവിടുത്തെ ഹിന്ദുക്കൾക്കെതിരെ നടക്കുന്ന പ്രശ്നങ്ങൾ എന്താണ്? എന്നോട് പറഞ്ഞൊരു സംഭവമുണ്ട്, അയാളുടെ പേഴ്സണൽ ഇഷ്യൂ. അതായത് പെട്ടെന്ന് പോകുന്നത് കഴിഞ്ഞ 4-5 ദിവസം കൊണ്ട്, ഒരാഴ്ചയായിട്ട് അയാളുടെ ഭാര്യയും കുട്ടിയെയും അയാളുടെ അമ്മയും, അപ്പം അവിടെയുള്ള ഒരു പ്രത്യേക ഗ്രൂപ്പ് അറിയാമല്ലോ, മെജോറിറ്റി ഗ്രൂപ്പ്, അവരെ തടവിൽ വെച്ചിരിക്കുകയാണ്. അപ്പം അവരുടെ ഡിമാൻഡ് എന്ന് പറയുന്നത് മകൻ വരണം, വന്നിട്ട് അവരുടെ ആ സ്ഥലം ഇവരുടെ പറയുന്ന ആൾക്കാരുടെ പേരിൽ എഴുതി കൊടുക്കണം. ഇതാണ് സംഭവം. അപ്പം അതിനുവേണ്ടിയാണ് ഇദ്ദേഹം പെട്ടെന്ന് ഢാക്കയിലോട്ട് പോകുന്നത്. കാരണം അല്ലെങ്കിൽ റിലീസ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് പെട്ടെന്ന് ലീവൊക്കെ എടുത്ത് ഢാക്കയിലോട്ട് പോയിട്ട് സ്ഥലം അവരുടെ പേരിൽ എഴുതി കൊടുക്കുക. എന്നിട്ട് ഭാര്യയും അയാളുടെ അമ്മയും മകളെയും കൊണ്ട് അവിടുന്ന് എങ്ങോട്ടെങ്കിലും പോയി ജീവിക്കുക. അതായത് യാതൊരു പിടിയുമില്ല. മനസ്സിലാക്കുക എത്രമാത്രം ഭീകരതയാണ് അവിടെ നടക്കുന്നത്. അപ്പം എന്നോട് ഇദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. അയാളുടെ ബംഗ്ലാദേശി ബംഗാളിയാണ്. അപ്പം അയാളുടെ അടുത്തൊരു പൂജയുമായിട്ട് ബന്ധപ്പെട്ട് അതൊക്കെ അടിച്ച് പൊളിച്ച് ദൂരെ കളഞ്ഞു. അപ്പം അവിടെ ആ താമസിക്കുന്ന ആ ഗ്രാമത്തിലുള്ള എല്ലാ ഹിന്ദുക്കൾക്കും ഇത് തന്നെയാണ് അവിടെ പ്രശ്നം. അതായത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അവിടുത്തെ മീഡിയയിലൊക്കെ ഈ വാർത്ത വരുന്നില്ല, കംപ്ലീറ്റ് ആയിട്ട് അത് സെൻസർ ചെയ്യുന്നു. അവരെന്തെങ്കിലും എടുക്കുവാണെങ്കിൽ തന്നെ ഒരു പ്രത്യേക വിഭാഗം വന്ന് ഇത് മുഴുവനും നോക്കുന്നുണ്ട്. എന്താണ് റിപ്പോർട്ട് ചെയ്യുന്നത്, എന്താണ് എയർ ചെയ്യുന്നത്, ഏതൊക്കെ രീതിയിലാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഒരു കാരണവശാലും പുറത്ത് വരാത്ത രീതിയിലാണ് കാര്യങ്ങളുടെ മുന്നോട്ടുള്ള പോക്ക്. അതായത് ഭീകര അന്തരീക്ഷമാണ് ബംഗ്ലാദേശിൽ ഹൈന്ദവർക്കെതിരെ അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം ഞാനവിടെ ഇന്നലെ ഞാൻ ഒരു വീഡിയോ ചെയ്തു. ഇന്ന് ഞാൻ ചില ബംഗാളി ജേർണലിസ്റ്റുകളോടൊക്കെ ചോദിച്ചു. അതായത് കൽക്കട്ടയിൽ നിന്ന് അവിടെ ജോലി ചെയ്യുന്നവരാണ്, അതായത് റിപ്പോർട്ട് ചെയ്യാൻ പോയേക്കുന്നവരാണ്. അവർ പറഞ്ഞത് സ്ഥിതി ഭയാനകമാണ്, അവർക്കൊന്നും ഇത് ഗ്രൗണ്ട് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതായത് അവിടെ പോലീസിന് യാതൊരു റോളുമില്ല. ഈ പറയുന്ന മതഭീകരവാദികളാണ് ഇത് മുഴുവനും ഹാൻഡിൽ ചെയ്യുന്നത്. കാരണം ഇവരൊക്കെ മുദ്രാവാക്യവും സ്ലോഗനും ഒക്കെ വിളിച്ചുകൊണ്ട് വന്നിട്ട് അവർക്ക് തോന്നുന്നത് അവർ ചെയ്യുകയാണ്. അതായത് പൂർണ്ണമായിട്ട് ലോ ആൻഡ് ഓർഡർ കൊളാപ്സ് ആയ ഒരു രാജ്യമായിട്ട് ബംഗ്ലാദേശ് മാറി. ഇതിനകത്ത് എൻ്റെ ഒരു അഭ്യർത്ഥന മോദി ഗവൺമെൻറ്റിനോട് പറയാനുള്ളത്, ഇനി ഇത് കണ്ണുകെട്ടി നോക്കി നിൽക്കാൻ പാടില്ല. സ്ഥിതി വളരെ സീരിയസ് ആണ്, വളരെ വഷളാണ്. ഇപ്പം ബംഗ്ലാദേശിൻ്റെ പുതിയ സെൻസസ് അനുസരിച്ച് 2020 7.6% അവിടെയുള്ള ഹിന്ദു മൈനോറിറ്റി ഗ്രൂപ്പ് എന്ന് പറയുന്നത്, അതായത് ഹൈന്ദവർ. അപ്പം ഇതിനകത്ത് വലിയ ശതമാനം ഡിക്ലൈൻ ചെയ്തു കഴിഞ്ഞ എത്രയോ വർഷമായിട്ട്. ഇനിയും വരാൻ പോകുന്ന സമയങ്ങളിൽ ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഹിന്ദുക്കൾക്ക്
താമസിക്കുന്ന കാര്യം ബുദ്ധിമുട്ടാണ്. അവരുടെ വ്യവസായങ്ങൾ, കടകൾ, അമ്പലങ്ങൾ, അവർ പോയിക്കൊണ്ടിരുന്ന സ്കൂളുകൾ, അവർ ചെയ്തുകൊണ്ടിരുന്ന ജോലികൾ, അവർ ചെയ്തുകൊണ്ടിരുന്ന ഗവൺമെൻറ് ജോലി എന്നൊക്കെ അവരെ നിർബന്ധിപ്പിച്ച് വെപ്പിക്കുകയാണ്. അപ്പം ഇവരെങ്ങനെ ജീവിക്കുക? അതാണ് ചോദ്യം. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ഇത്രമാത്രം നടിച്ച ഉറക്കം മുന്നോട്ട് പോകാൻ പാടില്ല. കാരണം ഗ്രൗണ്ട് അറിഞ്ഞിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. അതായത് അവിടെ ലിഞ്ചിങ് നടക്കുന്നു, വളരെ ക്രൂരമായിട്ടാണ് അറ്റാക്ക് ചെയ്യുന്നത്. അവരുടെ കന്നുകാലികളെ കൊണ്ടുപോകുന്നു, അവർക്ക് ഭക്ഷണം കൊടുക്കാൻ പോലും കടകളിൽ നിന്നും അവർ സാധനങ്ങൾ മേടിക്കാൻ പോലും ആ കടകളിൽ ഇവർക്ക് സാധനം കൊടുക്കരുതെന്നാണ് അവിടെയുള്ള ആൾക്കാർ ഈ കടക്കാരോട് പോലും പറഞ്ഞിരിക്കുന്നത്. ആലോചിച്ച് നോക്കുക. ഇതൊന്നും ഇവിടെ റിപ്പോർട്ട് ചെയ്യുന്നില്ല, അവിടെ റിപ്പോർട്ട് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. അതാണ് എൻ്റെ യാഥാർത്ഥ്യം. പലതും ലോകം അറിയുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഗ്രൗണ്ട് എന്ന് പറയുന്നത് വളരെ ഭീകരമാണ്. ഇവർ അവിടെയുള്ള ആളുകൾ ഇത് ഫോൺ ചെയ്ത ആൾക്കാരോട് സംസാരിക്കാൻ പാടില്ല. കാരണം ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് സന്ദീപിനെ വിളിച്ചു നോക്കി. കാരണം അവിടുത്തെ നമ്പർ തന്നിട്ടുണ്ട്, US നമ്പർ തന്നിട്ടുണ്ട്. 2 നമ്പരും സ്വിച്ച് ഓഫാണ്. ഇപ്പോൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ ശ്രമിച്ചു കഴിഞ്ഞപ്പോൾ അത് ഹിറ്റാവുന്നില്ല. അപ്പോൾ ഫ്ലൈറ്റിൽ വെച്ച് തന്നെ സന്ദീപിനോട് പറഞ്ഞിരുന്നു, അയാളുടെ ഭാര്യയുടെയും അമ്മയുടെയും ഒക്കെ മൊബൈൽ ഫോൺ ഇവർ പിടിച്ചു വെച്ചിരിക്കുകയാണ്, അത് മുഴുവൻ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണ്, അവർ ത്രൂവേ സംസാരിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നു സന്ദീപിൻ്റെ ഫോണും ഇവർ പിടിച്ചു വെച്ചത്. കാരണം ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഭവം സന്ദീപിൻ്റെ മാത്രമല്ല, അവിടെയുള്ള ആയിരക്കണക്കിന് ലക്ഷക്കണക്കിനും ഹിന്ദു കമ്മ്യൂണിറ്റി നേരിടുന്ന ഭീകരതയാണ് ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ, ഗവൺമെൻറ് സീരിയസ് ആയിട്ട് ആലോചിക്കണം എന്ത് നടപടിയാണ് അവിടെയുള്ള ഇപ്പോൾ CAA ആയിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യൻ പാർലമെൻറ്റിൽ അമിത്ഷാ നടത്തിയ പ്രസംഗമുണ്ട്. അതായത് ഹിന്ദു കമ്മ്യൂണിറ്റിക്ക് ലോകത്ത് പലയിടത്തും ഉണ്ട്, അവർക്ക് പോകാനുള്ള ഒരേ ഒരു രാജ്യം ഇന്ത്യ മാത്രമാണ്. അല്ലെങ്കിൽ ഏത് രാജ്യത്ത് അവർ പോകാൻ സാധിക്കും. അവരെ വേറൊരു രാജ്യവും ഇതേപോലെ അഭയാർത്ഥിയായിട്ട് പോയി അക്സെപ്റ്റ് ചെയ്യുകയില്ല. ഉറപ്പായിട്ട് ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം മാത്രമേ അവരെ അക്സെപ്റ്റ് ചെയ്യുകയുള്ളൂ. കമ്മിങ് ടു ദ ബംഗ്ലാദേശ് ഇഷ്യൂ, ഗവൺമെൻറ് എടുക്കേണ്ട തീരുമാനം ഭാഗികമായിട്ട് അവിടെയുള്ള ഹിന്ദു കമ്മ്യൂണിറ്റിയിലുള്ളവരെ ഇന്ത്യയിലോട്ട് സെറ്റിൽ ചെയ്യാൻ തയ്യാറാണ്. കാരണം അവിടെ ഫർദറായിട്ട് മുന്നോട്ട് പോകാൻ വലിയ പാടാണ്. അപ്പോൾ ഇവിടിൻ്റെ അകത്ത് എൻ്റെ ഒരു സജഷൻ എന്ന് പറയുന്നത്, ഇപ്പോൾ കാശ്മീർ എടുക്കുക. ഇപ്പോൾ കാശ്മീരിൽ അറിയാം 98% കാശ്മീർ വാലി മുഴുവനും മുസ്ലിം കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ അതിൻ്റെ പേരിലാണ് കേന്ദ്ര സർക്കാരാണെങ്കിലും ലോ ആൻഡ് ഓർഡർ ആണെങ്കിലും അവിടുത്തെ ഇന്ത്യൻ സൈന്യമാണെങ്കിലും പലതും കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നേരത്തെ ഒരു സജഷൻ ഉണ്ടായിരുന്നു, അവിടെ പഴയ പട്ടാളത്തിൽ നിന്ന് റിട്ടയറായ മറ്റുള്ള ആൾക്കാരെ അവിടെ കുടിയേറ്റി താമസിപ്പിക്കും. അപ്പോൾ ഇങ്ങനെ ഇത്രയും പേര്, കാരണം അവിടെ താമസിക്കാൻ സൗകര്യമില്ലാതെ ഹൈന്ദവ കമ്മ്യൂണിറ്റി അതായത് ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ ഇവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം എന്ന് പറയുന്നത് കാശ്മീർ വാലിയാണ്. അപ്പം അതിന് പ്രത്യേകിച്ച് വലിയ സംഭവങ്ങളൊന്നുമില്ല, അത് ഈസി ആയിട്ട് നടക്കുന്ന കാര്യമാണ്. അതായത് പട്ടാള ക്യാമ്പിൻ്റെ അടുത്ത് ഇവർക്ക് ആദ്യം ക്യാമ്പ് ഉണ്ടാക്കി കൊടുക്കുക, അവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക. അതായത് കാശ്മീർ വാലിൽ ഇഷ്ടംപോലെ ഗവൺമെൻറ് ലാൻഡുണ്ട്, ഇഷ്ടം പോലുണ്ട്, ആരും താമസിക്കാത്ത വാലി. അവിടെ ഇവർക്ക് ഈ പറയുന്ന ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന ബംഗാളികൾക്ക് അവിടെ കൃഷി ചെയ്യാൻ, അത് അവിടെയുള്ള സെക്യൂരിറ്റി ക്യാമ്പുകളുണ്ട്. അതായത് അവിടുത്തെ സ്റ്റേറ്റും സെൻട്രൽ ആംഡ് പോലീസും ഡിഫൻസിൻ്റെ അതിൻ്റെ അടുത്തായിട്ട് താൽക്കാലികമായിട്ട് അവർക്ക് താമസിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുക. അപ്പം ഇത് പടിപടിയായിട്ട് ചെയ്യാവുന്ന സംഭവമാണ്. അപ്പം ഗ്രാജുവൽ പ്രോസസ്സിൽ നടക്കുവാണെങ്കിൽ ഇവർക്ക് ആംഡ് ട്രെയിനിങ് കൊടുക്കുക, അവരുടെ സാധാരണക്കാരായിട്ട് ജോലി ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് പോപ്പുലേഷൻ്റെ അകത്ത് വലിയ വ്യത്യാസം ഉണ്ടാകും. കാരണം ഒരു കമ്മ്യൂണിറ്റി കംപ്ലീറ്റ് ഡോമിനേറ്റ് ചെയ്യുമ്പോഴാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ പല ഏജൻസികൾക്കും വ്യക്തമായ പല ധാരണയുടെ പുറത്ത് മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം അതിനകത്ത് കയറുന്നതും ഇൻ്റർഫിയർ ചെയ്യുന്നതും ഈ പറയുന്ന ടെറർ ഗ്രൂപ്പിന്, അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഗ്രൂപ്പിന് അതിന് പെട്ടെന്ന് കുറവുണ്ടോ. ഈ പറയുന്ന ബംഗാളികൾ ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന ഈ ഹിന്ദു കമ്മ്യൂണിറ്റി മനസ്സിലാക്കണം, അവരവിടെ മുസ്ലിങ്ങളുടെ കൂടെയാണ് ജീവിച്ചത് ഇത്രയും വർഷക്കാലം. അപ്പോൾ അവർക്ക് ഈ പറയുന്ന കമ്മ്യൂണിറ്റിയുമായിട്ട് ചേർന്ന് പോകാൻ സാധിക്കും. രണ്ടാമത് ഇവർ നല്ല ഹാർഡ് വർക്കേഴ്സാണ്, നല്ല കർഷകരാണ് അതായത് ബംഗ്ലാദേശിലുള്ള ഹിന്ദു കമ്മ്യൂണിറ്റി. നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കുന്ന സംഭവമാണ്. അപ്പോൾ ഗ്രാജുവൽ പ്രോസസ്സിലായിട്ട് അവർക്ക് സ്കൂളും പരിപാടികളൊക്കെ കൊടുത്തിട്ട് ആ വാലി ഭാഗത്തേക്ക് ഇവരെ മൈഗ്രേറ്റ് ചെയ്ത് അവിടെ താമസിപ്പിക്കുകയാണെങ്കിൽ, ഞാനൊരു സജഷനാണ് പറയുന്നത്,
ഏകദേശം 5 വർഷം കഴിയുമ്പോൾ ഇവരുടെ എണ്ണം ഇവിടുത്തെ ടോട്ടൽ പോപ്പുലേഷൻ കാശ്മീർ വാലിയിൽ ഇവർ 5 or 6 or 7% വന്ന് കഴിയുകയാണെങ്കിൽ കാശ്മീർ എന്ന് പറയുന്ന സംഭവം എന്നേക്കുമായിട്ട് ഇല്ലാതാകും. അല്ലെങ്കിൽ ഈ കാശ്മീർ ഇഷ്യൂ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ വലിയ പാടാണ്. അപ്പം ഇത് പറ്റിയൊരു സമയമാണ്. കാരണം അവർക്ക് ഈ ബംഗ്ലാദേശിലുള്ള ഹിന്ദുക്കൾക്ക് താമസിക്കാൻ സ്ഥലമില്ല. അപ്പം അവർക്ക് ഇതേപോലെയുള്ള പടിപടിയായിട്ട് ഗവൺമെൻറ് ഇങ്ങനൊരു സംഭവം ഡയലോഗിൽ കൂടെ നടത്തുവാണെങ്കിൽ ബംഗ്ലാദേശ് അവരെ ഏറ്റെടുത്തോളാം, അവരിവിടെയൊക്കെ താമസിപ്പിച്ചോളാം, അവരെ ഇന്ത്യൻ സിറ്റിസണായിട്ട് ഞങ്ങൾ അംഗീകരിക്കാം, അവർക്ക് ഗവൺമെൻറ് ജോലി. കാരണം ഉറപ്പായിട്ടും കാശ്മീർ എന്ന് പറയുന്നത് വളരെ അഗ്രികൾച്ചർ ലാൻഡാണ്, ഫർട്ടൈൽ ലാൻഡാണ്. ഫ്രൂട്ട്സ് ആണെങ്കിലും മറ്റ് പല കൃഷി ചെയ്യാൻ സാധിക്കും. കാരണം അപ്പം അതവിടെ പോയിട്ടുള്ളവർക്ക് മാത്രമേ മനസ്സിലാവത്തുള്ളൂ കാശ്മീർ വാലി എത്ര ഫർട്ടൈൽഡാണ്, ഏതൊക്കെ രീതിയിലുള്ള വളരെ ടൂറിസ്റ്റ് മെച്ചപ്പെട്ട ഏറിയയാണ്. ഇപ്പം ഇവരിത്രയും ഭാഗം വന്നു കഴിഞ്ഞാൽ എന്നേക്കുമായിട്ട് ഈ കാശ്മീരിൻ്റെ ഇഷ്യൂ അങ്ങ് ഇല്ലാതാകും. ഞാൻ പറഞ്ഞത് പെട്ടെന്ന് കൊണ്ടുവരുന്ന കാര്യങ്ങൾ പടിപടിയായിട്ട് ഗവൺമെൻറ് ഏറ്റെടുത്ത് ചെയ്യേണ്ടത്. കാരണം അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇപ്പോൾ പഴയ പണ്ഡിറ്റ്സ് ആണെങ്കിലും മറ്റുള്ളവരും പിന്നീട് കാശ്മീരിലോട്ടുള്ള വരാനുള്ള പോസിബിലിറ്റി, ഇപ്പോൾ അവർക്ക് പോകാനുള്ള പേടിയുണ്ട്. പക്ഷേ ഇത് ഗവൺമെൻറ് ഒരു ഇനിഷ്യേറ്റീവായിട്ട് എടുക്കേണ്ടത്. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനൊരു സംഭവമുണ്ട്. ഇപ്പോൾ ഇസ്രായേൽ അവർ പുതിയ സെറ്റിൽമെൻറ്റും ഒക്കെ ഉണ്ടാക്കിയത് എത്യോപ്യയിൽ നിന്നും കൊണ്ടുവന്ന ബീറ്റ ജൂസ്, ഒരു കറുത്ത വർഗ്ഗക്കായ ജൂയിഷ് കമ്മ്യൂണിറ്റിയാണ്. അവരെ കൊണ്ടുവന്നിട്ട് ഈ സെറ്റിലേഴ്സും അത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ജൂയിഷ് കമ്മ്യൂണിറ്റിയെ കൊണ്ടുവന്നിട്ടാണ് അവർ ശരിക്കും അവിടെ ഈ ബാലൻസ് ചെയ്തിട്ട് സംഭവങ്ങൾ അച്ചീവ് ചെയ്യാൻ സാധിച്ചത്. അതിൻ്റെ മെച്ചമാണ് ഇസ്രായേലിൽ പിന്നീട് നമ്മൾ കണ്ട വലിയ മാറ്റം. കാരണം മറ്റവരെ എതിർക്കുന്നൊരു കമ്മ്യൂണിറ്റിയുടെ ഡോമിനേഷൻ താഴോട്ട് കൊണ്ടുവരികയും ആ കമ്മ്യൂണിറ്റിയിൽ നിന്നും അവിടുത്തെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലും പോലീസിലും അവിടുത്തെ സൈന്യത്തിലും ആളിനെ എടുത്തു. നേരത്തെ അവരെ എടുക്കാൻ പറ്റത്തില്ലായിരുന്നു, കാരണം അവരെല്ലാ രീതിയിലും പ്രശ്നം ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ പ്രഷർ ടാക്ടിക്സിൻ്റെ പോലെ അവിടെയുള്ള പോപ്പുലേഷനെ മാറ്റുമ്പോൾ ഇതൊരു വലിയ ഷിഫ്റ്റാണ് ഉണ്ടാകുന്നത്. അതായത് ബംഗ്ലാദേശ് ഇഷ്യൂ ആ രീതിയിലാണ് മോദി ഗവൺമെൻറ് കൈകാര്യം ചെയ്യുകയാണെങ്കിൽ ഇന്ത്യയുടെ കാശ്മീർ ഇഷ്യൂ എന്നേക്കുമായിട്ട് മാറുകയും ഈ പറയുന്ന ബംഗാളികൾക്ക് അവിടെ ജീവിക്കാൻ പറ്റത്തില്ല. അതായത് ബംഗ്ലാദേശ്, അത് കറക്റ്റായിട്ടങ്ങ് പറയും. പല ആൾക്കാരും വിളിച്ച് ഞാൻ പലതും ചോദിക്കുമ്പോഴും അവിടെയുള്ള സീനിയറായിട്ടുള്ള മുസ്ലിം പത്രക്കാർ തന്നെ പറഞ്ഞു ഇവിടെ ഇനി ഹിന്ദുക്കൾക്ക് ജീവിക്കാൻ വലിയ പാടാണ്. ആ രീതിയിലാണ് അകന്ന് കഴിഞ്ഞത്. അവരെല്ലാ രീതിയിലും ആക്രമിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പം ഇങ്ങനെ ഒരു നയം ഗവൺമെൻറ് എടുക്കുകയും അത് നല്ല രീതിയിൽ ഫെസിലിറ്റേറ്റ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ഇന്ത്യക്കും ഇത് വളരെ സമാധാനമാണ്. കാശ്മീരാണെങ്കിലും ആ ഇഷ്യൂവുമായി ബന്ധപ്പെട്ട ഭീകരപ്രവർത്തനമാണെങ്കിലും വെൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. രണ്ടാമത്, ബംഗ്ലാദേശിലുള്ള ഹിന്ദു കമ്മ്യൂണിറ്റിക്ക് അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യുന്നതോടുകൂടി ബംഗ്ലാദേശിൻ്റെ അടപ്പങ്ങ് തെറിക്കും. പിന്നീട് ഇന്ത്യ ഗവൺമെൻറ് എപ്പോഴും ഹെൽപ്പ് ചെയ്യുമ്പോൾ അവർ പറയുന്നൊരു നിർദ്ദേശമാണ് അവർ ഹിന്ദുക്കളെ അവിടെ പ്രശ്നം ഉണ്ടാക്കരുത്. കാരണം ഇത് ബാക്ക് ഡോർ ടോക്സിൽ കൂടെ നടക്കുന്ന സംഭവമാണ്. കാരണം ഇതെല്ലാം അവർ ലംഘിച്ചിരിക്കുകയാണ്. ഇപ്പം ഈ രീതിയിൽ പോവുകയാണ്, ഞാൻ ഈ പറയുന്ന ആ സജഷനിൽ കൂടെ പോവുകയാണെങ്കിൽ ഇപ്പം ഇന്ത്യയിലും ഇത് വലിയ സമാധാനമായിട്ട് മാറും. അത് ബംഗ്ലാദേശിന് കൊടുക്കുന്ന വലിയൊരു താക്കീത് തന്നെയാണ്.